ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അവർ വാദിക്കുന്നു, അവനെ നിരസിക്കുന്നു പോലും, അവിടെ അവന്റെ മുമ്പിൽ തന്നെ. ചിലർ പറയുന്നു, അവൻ ഒരു പ്രവാചകനാണ്. മറ്റു ചിലർ പറയുന്നു, അവൻ ക്രിസ്തുവാണ്. ചിലർ പറയുന്നു, അവൻ ഗലീലയിൽ നിന്നുള്ളവനാണ്, അവൻ എങ്ങനെ ആകാൻ കഴിയും? അങ്ങനെ യേശുവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാകുന്നു. എന്നാൽ ഈ ഭിന്നത ആ ജനക്കൂട്ടത്തിൽ മാത്രമല്ല. അത് നിശബ്ദമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ കേൾക്കാതെ നമ്മൾ എത്ര തവണ വിധിക്കാറുണ്ട്? എത്ര തവണ നമ്മൾ നേരിടാതെ തീരുമാനിക്കാറുണ്ട്? നമ്മൾ ഇതിനകം തന്നെ അറിയാമെന്ന് നമ്മൾ എത്ര തവണ കരുതുന്നു? അതിനാൽ നമ്മൾ ഒരിക്കലും മാറാൻ അനുവദിക്കില്ല. സുവിശേഷത്തിലെ ആളുകൾക്ക് തിരുവെഴുത്തുകൾ അറിയാമായിരുന്നു. എന്നാൽ തിരുവെഴുത്തുകൾ ആരെയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് തിരിച്ചറിയാൻ അവർ പരാജയപ്പെട്ടു. അതാണ് യഥാർത്ഥ അപകടം. അജ്ഞതയല്ല, കാണാൻ വിസമ്മതിക്കുന്ന ഒരു ഹൃദയം. യേശു അതിലും ആഴമേറിയ ഒന്ന് തുറന്നുകാട്ടുന്നു. ജീവിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ശൂന്യമായ ശീലത്തിലേക്കുള്ള ഒരു മാറ്റം. പാരമ്പര്യം ജീവൻ നൽകുന്നു. എന്നാൽ പാരമ്പര്യവാദം എന്നത് വിശ്വാസം അതിന്റെ ഹൃദയം നഷ്ടപ്പെട്ട് ഒരു പതിവ് മാത്രമായി മാറുമ്പോഴാണ്. അങ്ങനെ അവൻ പറയുന്നു, ഈ ജനം എന്നെ അധരങ്ങൾ കൊണ്ട് ബഹുമാനിക്കുന്നു, പക്ഷേ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അത് മനസ്സിലാക്കട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയും, സ്നേഹിക്കാൻ അല്ല. ആരാധിക്കാൻ, മാറാതിരിക്കുക, വിശ്വസിക്കാൻ, എന്നാൽ അതേപടി നിലനിൽക്കുക. ദൈവവചനം ഇന്ന് ഒരു കണ്ണാടി പോലെയായി മാറുന്നു. നാം അതിലേക്ക് നോക്കുന്നു, നമ്മൾ നമ്മെത്തന്നെ കാണുന്നു. പിന്നെ നമ്മൾ അകന്നുപോകുന്നു, മാറ്റമില്ലാതെ. സാവധാനം, അത് തിരിച്ചറിയാതെ. നമ്മൾ മറക്കുന്ന കേൾവിക്കാരായി മാറുന്നു, പ്രവർത്തിക്കുന്നവർക്ക് പകരം. ഈ ആശയക്കുഴപ്പത്തിനിടയിൽ ഒരു മനുഷ്യൻ നിശബ്ദനായി നിൽക്കുന്നു, നിക്കോദേമസ്. ഒരു പണ്ഡിതൻ, ആദരണീയനായ ഒരു അധ്യാപകൻ. എന്നിട്ടും ഒരു മനുഷ്യൻ അന്വേഷിക്കുന്നു. അവൻ ഒരിക്കൽ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. അനിശ്ചിതത്വം, ചോദ്യം ചെയ്യൽ, അന്വേഷണം. അവിടെ അസ്വസ്ഥത ഉളവാക്കുന്ന ആ വാക്കുകൾ അവൻ കേട്ടു. നീ വീണ്ടും ജനിക്കണം. മെച്ചപ്പെട്ടില്ല, ക്രമീകരിച്ചിട്ടില്ല, എന്നാൽ രൂപാന്തരപ്പെട്ടു. ഇന്ന് അവനിൽ എന്തോ മാറ്റം സംഭവിച്ചതായി നാം കാണുന്നു. ന്യായവിധിയും കോപവും നിറഞ്ഞ ഒരു ശത്രുതാപരമായ അന്തരീക്ഷത്തിൽ നിക്കോദേമോസ് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നു. നമ്മുടെ നിയമം ഒരു മനുഷ്യനെ ആദ്യം കേൾക്കാതെ അവനെ വിധിക്കുന്നുവോ? ഒരു ചെറിയ വാചകം, എന്നാൽ ഒരു വലിയ ധൈര്യം. കൃപ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു. രാത്രിയിൽ വന്ന മനുഷ്യൻ ഇപ്പോൾ പതുക്കെ വെളിച്ചത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. ഇത് നമുക്കോരോരുത്തർക്കും നൽകുന്ന ക്ഷണമാണ്. ചെറിയ മാറ്റമല്ല, എന്നാൽ ഒരു പുതിയ ഹൃദയം. അഹങ്കാരം, കോപം, ന്യായവിധി എന്നിവയാൽ ഇനി കഠിനമാകാത്ത ഒരു ഹൃദയം, എന്നാൽ കരുണ, വിനയം, സ്നേഹം എന്നിവയിലേക്ക് മൃദുവാകുന്നു. ഇത് നമ്മുടെ പ്രവൃത്തിയല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പക്ഷേ അത് നമ്മിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുന്നു. അത് കീഴടങ്ങൽ ആവശ്യപ്പെടുന്നു. കേൾക്കാൻ വേഗത്തിൽ, സംസാരിക്കാൻ പതുക്കെ, കോപത്തിന് പതുക്കെ. വചനം വിവരമായിട്ടല്ല, നമ്മിൽ നട്ട ഒരു വിത്തായി സ്വീകരിക്കുക. ആ വിത്ത് യഥാർത്ഥമാണെങ്കിൽ അത് ഫലം കായ്ക്കണം. കാരണം യഥാർത്ഥ മതം കാഴ്ചയെക്കുറിച്ചല്ല, അത് ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ്. അവനിലേക്ക് തിരിയുന്ന ഒരു ഹൃദയം, മറ്റുള്ളവരുടെ നേരെ നീട്ടിയ കൈകൾ, കരുതാൻ, ക്ഷമിക്കാൻ, സേവിക്കാൻ, സ്നേഹിക്കാൻ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളപ്പോൾ. നമ്മൾ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകുന്ന കല്ലുകൾ താഴെയിടുക എന്നാണ് ഇതിനർത്ഥം. ന്യായവിധിയുടെയും വിമർശനത്തിന്റെയും ശ്രേഷ്ഠതയുടെയും കല്ലുകൾ. മനസ്സിലാക്കുന്നതിനുപകരം തിരഞ്ഞെടുക്കൽ, കരുണ, കൃപ. ഇവിടെയാണ് വിശ്വാസം യാഥാർത്ഥ്യമാകുന്നത്. പിന്നെ ആഴത്തിലുള്ള വിളി വരുന്നു. സ്നേഹിക്കാൻ മാത്രമല്ല, ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും. അളക്കുന്ന സ്നേഹമല്ല, സൗകര്യപ്രദമായ സ്നേഹമല്ല, എന്നാൽ സ്വയം നൽകുന്ന സ്നേഹം, സ്വയം ചൊരിയുന്ന സ്നേഹം, ചെലവ് വരുന്ന സ്നേഹം. ഈ പരിവർത്തനം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നില്ല. അത് സാവധാനം വളരുന്നു. പ്രാർത്ഥനയിലൂടെ, പോരാട്ടത്തിലൂടെ,
സ്വയത്തിനു പകരം ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള ദൈനംദിന തിരഞ്ഞെടുപ്പുകളിലൂടെ ഓരോ ദിവസവും ഒരു പടി കൂടി ആഴത്തിൽ. അങ്ങനെ ഇന്ന് വചനം നമ്മെ ഒരു ലളിതമായ ചോദ്യം അവശേഷിപ്പിക്കുന്നു. ഞാൻ അകലെ നിൽക്കുകയാണോ, വിധിക്കുകയാണോ, തീരുമാനിക്കുകയാണോ, മാറ്റമില്ലാതെ തുടരുകയാണോ? അതോ ഞാൻ മുന്നോട്ട് വരികയാണോ, രൂപാന്തരപ്പെടാൻ തയ്യാറാണോ? ആൾക്കൂട്ടത്തിൽ നിന്ന് നോക്കുന്നത് നിർത്തേണ്ട ദിവസമാണ് ഇന്ന്. ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കേണ്ട ദിവസമാണ് ഇന്ന്. കേൾക്കാൻ, കീഴടങ്ങാൻ, മാറാൻ, മറക്കുന്ന കേൾവിക്കാരല്ല പ്രവർത്തിക്കുന്നവരാകാൻ. ആ നിശബ്ദമായ പരിവർത്തനത്തിൽ ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മിലൂടെ പ്രകാശിക്കാൻ തുടങ്ങും. ഇപ്പോഴും വിഭജിക്കപ്പെട്ട, ഇപ്പോഴും അന്വേഷിക്കുന്ന, ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു ലോകത്തിലേക്ക്. ആമേൻ.